ഹലോ, ഇന്ന് നമുക്കേ ഒരു പള്ളിപ്പെരുന്നാൾ കാണാം കേട്ടോ. പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അഡാറ് പള്ളിപ്പെരുന്നാൾ സൂപ്പറാണ്. ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് അത് കുറച്ചേരം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ആനിമൽസിന് നമുക്ക് കാണാം. മൊയിലച്ചനും കുരങ്ങനും കരടിയും പിന്നെ അങ്ങനെ ഒരു 5-6 പേരുണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ശിങ്കാരിമേള ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് ചെയ്തു. ഏറ്റവും ലാസ്റ്റായപ്പോൾ പെരുന്നാൾ മീൻസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായപ്പോൾ 2 ഗ്രൂപ്പിൻ്റെ ഒരു മത്സരം പോലെ ഉണ്ടായിരുന്നു ശിങ്കാരിമേള. അടിപൊളിയായിരുന്നു കേട്ടോ. നോക്കി കുരങ്ങനാണ് കേട്ടോ, അത് ചിമ്പാൻസിയാണ് നമ്മുടെ ഹൈലൈറ്റ്. അവനിങ്ങനെ ചാടി തുള്ളി ഇങ്ങനെ മറിഞ്ഞൊക്കെ പോകും. മൊയിൽ പാവാട്ടോ, മൊയിൽ എല്ലാവരുടെ അടുത്തേക്കും ചെന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച്. കുഞ്ഞു പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ അവരുടെ അടുത്ത് ചെന്ന് ദൈവം മുട്ടത്തേക്ക് നിൽക്കണമെങ്കിൽ ഇതിപ്പോൾ പറയൂട്ടാ പറയും ഇപ്പോൾ പറയും ഒറ്റ പറച്ചില്ല. പള്ളി സൂപ്പറായി, അടിപൊളി. നമ്മുടെ ചാലക്കുടിയിലുള്ള ഒരു പള്ളിയാണേ, ചാലക്കുടി. അയ്യോ അതെ, ആ ചേട്ടന് കൂടുന്നുണ്ട്. നോക്കി ആ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്കി. അതെ, അവർ തമ്മിൽ കൂട്ടി അവർ തമ്മിൽ ഇടി കൂടാൻ പോവാ കേട്ടോ. ഡാൻസ് സെറ്റും ഉണ്ടായിരുന്നു, ശിങ്കാരിമേള ഉണ്ടായിരുന്നു. അവരൊക്കെ അടിപൊളിയായി പെർഫോം ചെയ്ത് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്താ ഭംഗി നോക്കി, കളറുകൾ മാറി വരുമ്പോൾ സൂപ്പറായി, അടിപൊളി, സൂപ്പർ. വാവ് അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ആനിമൽസ് ഇല്ലേ, അവർ നമ്മളുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ ഓടി വരും കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ അടുത്ത് ഓടി വന്നത് അവ കളിക്കണമൊക്കെ സൂപ്പറായിട്ട് കളിക്കുന്നത്, അടിപൊളിയായിട്ട് ഇങ്ങനെ ഓടി വന്ന് നമ്മളുടെ അടുത്ത് പിള്ളേരുടെ അടുത്തൊക്കെ ഓടി വന്ന് കളിച്ച് ഡാൻസൊക്കെ കളിച്ച് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അടിപൊളിയായിരുന്നു. അവർ കളിക്കണമൊക്കെ ഒരു 5-6 പേരുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുകളെന്ന് വെച്ചാൽ വലിയ ആളുകളൊന്നും അല്ല കേട്ടോ. ഇവർ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയായിരുന്നു, കാരണം പിള്ളേരുടെയൊക്കെ കൊടുത്ത് നല്ല കൂട്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയിട്ട് ചെറിയ പിള്ളേരുകളാണ്, എനിക്ക് തോന്നുന്നു 10th +2 ഒക്കെ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരാണ്. അടിപൊളിയായിട്ട് അവർ ചെയ്തു, സൂപ്പറായിട്ട് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു, അത് സൂപ്പറായിരുന്നു. അവർക്ക് ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ സ്റ്റേജിൽ നിന്നാണ് അത്യാവശ്യം കുറച്ച് നേരം സ്റ്റേജിൽ നിന്നു. പിന്നെ പിള്ളേരുടെ അടുത്തേക്ക് അത് കിടന്നു. അത് ഭയങ്കര ഇവനായിരുന്നു അതിൽ ഹൈലൈറ്റ്. നമ്മുടെ ചിമ്പാൻസി ആയിരുന്നു ഹൈലൈറ്റ്, സൂപ്പറായിട്ട് ചെയ്തു. ചാടുന്നു, മറയുന്നു, തിരിയുന്നു, അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാവരും അവരുടെ കൂടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഏറ്റവും രസമായിട്ട് ചെയ്തത് ഇവനായിരുന്നു. ഭയങ്കര ഫണ്ണി ആയിട്ട് നോട്ടി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരും ചെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. സൂപ്പറായിട്ട് ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. അതിങ്ങനെ പാവട്ട എല്ലാവരും ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് തലയൊക്കെ വന്ന് മുട്ടിച്ച് എന്തൊരു ക്യൂട്ടാ നോക്കി. അവർ മൂക്കത്തൊക്കെ തൊട്ട് നോക്കി. എല്ലാ കുട്ടികളും ഉണ്ട്, എല്ലാവരും വന്നിങ്ങനെ ഓടി വന്ന് മൂക്കത്തൊക്കെ തൊട്ട് നോക്കി. സൂപ്പറായിട്ട് ചെയ്യണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവനെ തട്ട നോക്കി, എന്ത് ഭംഗിയായിട്ട് ചെയ്യണത് നോക്കി. പക്ഷെ അതായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം. രസമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ മാറി ചെന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അവരുടെ തലയിലൊക്കെ തട്ടി അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു, സൂപ്പറായിരുന്നു. അത് പള്ളിപ്പെരുന്നാളായതുകൊണ്ട് തന്നെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അങ്ങനെ ആയപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ
പോയി തുടങ്ങി. പക്ഷെ പിള്ളേരുകൾ കുറച്ച് പേര് ഇങ്ങനെ ഇവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ബാൻഡ് സെറ്റിൻ്റെ അടുത്തും കുറേ പേര് ശിങ്കാരി മഠത്തിൻ്റെ അടുത്തൊക്കെ അങ്ങനെ മാറി മാറിപ്പോയായിരുന്നു. പക്ഷെ പിള്ളേരുകൾ ഇങ്ങനെ സൂപ്പറായിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നിന്ന് അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു, ക്യൂട്ടായിട്ട്. പള്ളിയുടെ കളറാന്ന് വെച്ചാൽ ഇങ്ങനെ മാറി മാറി ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സൂപ്പറായിട്ട്. ഇതാ നോക്കി, ഇപ്പോഴത്തെ കളർ നോക്കി, എന്ത് ഭംഗിയാ നോക്കി, സൂപ്പറായി. പിന്നെ മൊത്തം മരങ്ങളുണ്ട്. അപ്പോൾ ആ മരങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഓടി ചെന്ന് കളിച്ച്. അപ്പോൾ അവർ ഇത്ര നേരം സ്റ്റേജിൽ പിന്നെ അവർ ആ സ്റ്റേജിൽ നിന്ന് മാറി പുറത്ത് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഓടി ചെന്ന് അവരുടെ കൂടെ പോയി കളിച്ച് സൂപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ടാറ്റയൊക്കെ കൊടുത്ത്, അപ്പോൾ ആ മൊയിലച്ചനും അതേ അവരുടെ അടുത്തേക്ക് ഓടി വന്ന് ടാറ്റയൊക്കെ കൊടുത്ത് എല്ലാവരും ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ വന്ന് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ നോക്കി, ഒരു കൊച്ചിൻ്റെ കൂടെ നിന്ന് ചാടി കളിക്കലൊക്കെ, അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അത് പിള്ളേരിങ്ങനെ അതങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും പാരൻസൊക്കെ അടുത്ത് വന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും ഷെയ്ക്കൻ്റെ കൊടുക്കണമൊക്കെ നല്ല ഭംഗിയിൽ ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തു. അതുപോലെ കോമ്പറ്റീഷനായിട്ട് വെച്ചാൽ കപ്പ് നമ്മുടെ ചിമ്പാൻസി കൊണ്ടുപോയത് കേട്ടോ. അവൻ അത്ര സൂപ്പറായിട്ട് ചെയ്തായിരുന്നു. ഞങ്ങളിത് കഴിഞ്ഞിട്ട് അവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പം ഞങ്ങൾ ചെന്ന് ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കളിയൊക്കെ കണ്ട ചാടി കളിക്കുന്നുണ്ടോ, അങ്ങനെ സൂപ്പറായിട്ട് ചാടി കളിച്ചായിരുന്നു, അടിപൊളിയായിരുന്നു. ദേവി കണ്ട കളി നോക്ക്, അത്ര സ്മാർട്ടായിട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇവർ പിള്ളേരുടെ കൂടെയൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ കൂടെ അവർ കൂടി കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യില്ലേ, അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ദാദാ ഓടിക്കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാതാവിൻ്റെയും സെബസ്ത്യാനോസ് പുണ്വാളിൻ്റെയും ഔസേപ്പിതാവിൻ്റെയൊക്കെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല സൂപ്പറായിട്ട് തോന്നിയായിരുന്നു, നന്നായിട്ട് ചെയ്തായിരുന്നു. കളി നോക്കി എന്ത് ക്യൂട്ടായിട്ട് അവർ ചെയ്യണേ നോക്കി, സൂപ്പർ. പിള്ളേര് മൊത്തം അവരെ എടുക്കണമെങ്കിൽ എന്ത് ഭംഗിയിലെടുത്ത് നടക്കണേ നോക്കി. അവർ നന്നായിട്ട് ചെയ്തു കേട്ടോ, നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാവർക്കും അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു, സൂപ്പറായിട്ട് ചെയ്തു. എല്ലാ കുട്ടികളെയും അവരിങ്ങനെ ഒരാളെ എടുത്തപ്പോൾ പിന്നെ എല്ലാവരും മാറി ചെന്നു. അങ്ങനെ സൂപ്പറായിരുന്നു.